എല്ലാവർക്കും സ്മിത സ്പൈസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു വൻപയർ മത്തങ്ങ കറിയാണ് തയ്യാറാക്കുന്നത്. വൻപയർ 3 മണിക്കൂർ കുതിർത്ത് കഴുകി എടുത്തതാണിത്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്താണ് ഞാനിത് വേവിക്കുന്നത്. ഈ സമയം നമുക്ക് മത്തൻ കട്ട് ചെയ്തെടുക്കാം. ഇളം മത്തനാണിത്, അതുകൊണ്ട് തൊലി ഫുള്ളായിട്ട് ഞാൻ കളയുന്നില്ല. ഇതുപോലെയാണ് കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വൻപയർ വേവിച്ചതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മൾ പയർ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ മത്തൻ കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇത് നമ്മൾ ഇനിയൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മത്തനും വൻപയറും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു തവി വെച്ച് ഇതൊന്ന് ഉടച്ച് എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇത് ഇഷ്ടപ്പെടും. ഇത് നല്ല കേരള സ്റ്റൈൽ തന്നെയുള്ള റെസിപ്പിയാണ്. നമുക്ക് ഇതിലേക്ക് ഇനി വറവ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് വറ്റൽമുളകും 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവയും കൂടെ ചേർത്ത് അതിലേക്ക് ഒരു അര കപ്പോളം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങ ഞാൻ വല്ലാതെ ഫ്രൈ ആക്കി എടുക്കുന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് ഫ്രൈ ആക്കണമെങ്കിൽ അതുപോലെയും ചെയ്യാം. ആ ഒരു കളറ് മാറിയ ഉടനെ തന്നെ വേവിച്ച് വെച്ച മത്തൻ പയറും കൂട്ടി ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നിങ്ങൾക്ക് നോക്കി ആവശ്യത്തിന് ചേർക്കാം. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചാൽ മതി. പാകത്തിന് ആയി കിട്ടും. നമ്മുടെ മത്തൻ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡിയായി. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.